ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഗുഡ്നസ് ടിവിയുടെ ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, വചനം ധ്യാനിക്കുവാനായിട്ട് അണഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷമാണല്ലോ. ദൈവകൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട്, ദൈവമേ എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കൊന്നു ചേർന്ന് തിരുവചനം ശ്രവിക്കാം. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 7 വാക്യങ്ങൾ 31 മുതൽ. അവൻ തൈർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കോപോളിസ് പ്രദേശത്തുകൂടെ ഗലീല കടൽ തീരത്തേക്ക് പോയി. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകൾ ഇടുകയും തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി. എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ബധിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും നൽകുന്നു. യേശുക്രിസ്തുവില് ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ബധിരനും മൂകനുമായ ഒരുവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. അവന് ചെവി കേൾക്കാൻ പാടില്ല, നാവിന് കെട്ടുണ്ട്, അവൻ സ്ഫുടമായി സംസാരിക്കുന്നില്ല. ഇപ്രകാരത്തിൽ ബന്ധന അവസ്ഥയിലുള്ള ഒരുവനെ യേശുവിൻ്റെ അടുക്കൽ അവര് വിശ്വാസത്തോടു കൂടെ കൊണ്ടുവരികയാണ്. ഒരു കൂട്ടം ആളുകൾ അവർ വിശ്വാസത്തോടു കൂടെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവനെ ഈശോനാഥൻ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. പ്രിയമുള്ള ദൈവജനമേ, ഒന്നാമതായിട്ട് നമ്മൾ കാണുകയാണ്, വിശ്വാസത്തോടു കൂടെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ വിശ്വാസത്തോടു കൂടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലാനായിട്ട്, അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ചെല്ലാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ? പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ്, മിഥിയാനിൽ തൻ്റെ അമ്മായിയപ്പൻ്റെ ആട് മേയിച്ചു കൊണ്ടിരിക്കുന്ന മോശ കത്തി ജ്വലിക്കുന്ന മുൾപ്പടർപ്പിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അതിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. മോശ ചെരുപ്പുകൾ അഴിച്ചു മാറ്റി ആ മുൾപ്പടർപ്പിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവനെ, ഇസ്രായേൽ ജനത്തെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിക്കാനുള്ള നേതാവായി അഭിഷേകം ചെയ്തു. മാത്രമല്ല, അവന്റെ നാവിന്റെ കെട്ടഴിച്ച് അവന്റെ വിക്ക് മാറ്റി അവൻ സ്ഫുടമായിട്ട് സംസാരിക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. പ്രിയമുള്ള ദൈവജനമേ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 9-ാമത്തെ സങ്കീർത്തനം 9-ാം വാക്യം പറയുകയാണ്, കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ്, കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 9-ാം സങ്കീർത്തനം 9-ാം വാക്യം പറയുകയാണ്, കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ്, കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം, ഈ ദൈവസന്നിധിയിലേക്ക് ചെല്ലാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. പ്രിയമുള്ള ദൈവജനമേ,
പലപ്പോഴും ഈ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ചെല്ലുക എന്ന് പറയുന്നുണ്ടല്ലോ, വലിയ പ്രയാസം നിറഞ്ഞ ഒന്നാണ്. ചിലപ്പോഴൊക്കെ ചിലരോട് നമ്മൾ പറയും, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, മുടങ്ങാതെ ജപമാല ചൊല്ലുക, കൂദാശകൾ സ്വീകരിക്കുക, കുമ്പസാരം എന്ന കൂദാശയിൽ സ്വീകരിച്ചുകൊണ്ട് പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ വളരെ വൈമനസ്യം കാണിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പാപം തരുന്ന ചില സുഖങ്ങൾ, പാപം തരുന്ന ചില ബന്ധനാവസ്ഥകളൊക്കെ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാനായിട്ട് ജീവിതത്തിലുള്ള വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെയും ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം, ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? 10 കുഷ്ഠരോഗികൾ തമ്പുരാന്റെ പക്കലേക്ക് കരനീട്ടിക്കൊണ്ട് നിലവിളിക്കുകയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന്. ബെത്സയിദ കുളക്കരയെ തളർവാദ രോഗി അവന്റെ അടുക്കൽ പറയുകയാണ്, വെള്ളം ഇളകിയപ്പോൾ എന്നെ ഇറക്കാൻ ആരുമില്ല. വീണ്ടും നോക്കിക്കേ, അന്ധയാചകനായി ബർത്തമയോസ് ജെറുസലേമിന്റെ വഴിയരികിൽ ഇരുന്നു കൊണ്ട് നിലവിളിക്കുകയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന്. ദൈവത്തിന്റെ പക്കലേക്ക് കരം നീട്ടി നിലവിളിക്കാനായിട്ട് സക്കേബൂസ് തന്റെ ചുങ്കമേശ വിട്ടുകൊണ്ട് സിക്കമൂർ മരത്തിന്റെ മുകളിൽ കയറുകയാണ് ഈശോയെ ഒന്ന് കാണാനായിട്ട്. ഈശോ അവന്റെ ഭവനത്തിൽ പ്രവേശിച്ചുകൊണ്ട് അവന്റെ ഭവനത്തിന് മുഴുവൻ അവിടുന്ന് ഒരു അനുഗ്രഹമായിട്ട് തീർന്നു. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയും ജീവിതത്തിൽ തമ്പുരാന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പറ്റുന്നുണ്ടോ? നാം ഓരോരുത്തരും ജീവിതത്തിലും ചിന്തിച്ചു നോക്കണം. എൻ്റേതായിട്ടുള്ള ഭാവങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, ഞാൻ എന്ന ഭാവത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, പാപത്തിന്റെ ബന്ധനാവസ്ഥകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് വിശുദ്ധമായിട്ട് ദൈവസന്നിധിയോട് ചേരാനായിട്ട്, തമ്പുരാന്റെ അടുക്കലേക്ക് ചെല്ലാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. രണ്ടാമതായിട്ട് അവന്റെ തിരുസന്നിധിയിൽ എൻ്റെ ആവശ്യങ്ങൾ സമർപ്പിക്കാനായിട്ട് ജീവിതത്തിൽ തയ്യാറാവുക. വചനം നമ്മോട് പറയുകയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് ലഭിക്കും. വീണ്ടും വചനം പറയുകയാണ്, ചോദിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്ന് ലഭിക്കുന്നു. വചനം വീണ്ടും നമ്മളോട് ശക്തമായിട്ട് പറയുകയാണ്, വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ അത്ഭുതത്തിനും അടയാളത്തിനും അവൻ സാക്ഷിയായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൽ തമ്പുരാന്റെ സന്നിധിയിൽ ചെന്ന് അവനോട് ചോദിക്കാനായിട്ട് ജീവിതത്തിൽ പറ്റുന്നുണ്ടോ? ഈ ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ട് പ്രിയമുള്ളവരെ. ചുങ്കക്കാരന്റെ ഫരിസേയന്റെ ഉപമയില് ഫരിസേയനെ പോലെ സ്വയം നീതീകരിച്ചുകൊണ്ട് ചോദിക്കാനല്ല, മറിച്ച് മാറത്തടിച്ചുകൊണ്ട് കണ്ണീരോടെ ചോദിക്കാനായിട്ട് ജീവിതത്തിൽ പറ്റണം. മാറത്തടിച്ചുകൊണ്ട് കണ്ണീരോടെ ചോദിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. വചനം പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം, തമ്പുരാനോട് ചോദിക്കാനായിട്ട് ജീവിതത്തിൽ പറ്റുന്നുണ്ടോ? പഴയ നിയമത്തിൽ ഇടയ ബാലനായ ദാവീദ് ദൈവത്തോട് ചോദിച്ചിരുന്നു. അവൻ ചോദിക്കാതെ വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ തിന്മ കയറി. വീണ്ടും നോക്കിക്കേ, പ്രവാചകന്മാര്, നേതാക്കന്മാര് ദൈവത്തോട് അനുവാദം ചോദിച്ച് ദൈവകൃപയോട് കൂടെ ജീവിക്കാനായിട്ട് ജീവിതത്തിൽ തയ്യാറായിക്കോപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, അനുഗ്രഹം സമർത്ഥമായിട്ട് ദൈവം ഒഴുക്കുകയാണ്. ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, ദാനിയേൽ അലറി വിളിക്കുന്ന സിംഹത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിക്കുകയാണ്. സൂസന്ന ന്യായാധിപ സംഘത്തിന് മുൻപിൽ നിൽക്കുമ്പോഴും ഉള്ളുരുകിയുള്ള പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിക്കാനായിട്ട് ആ സ്ത്രീ തയ്യാറാകുന്നത് കൊണ്ടല്ലേ അവളുടെ ജീവിതത്തിലേക്ക് ഒരു രക്ഷയുടെ അനുഭവമായിട്ട് യാവേ കടന്നു വന്നത്. പ്രിയമുള്ള ദൈവജനമേ, ഒന്ന് നോക്കിക്കേ, മൂന്നാമതായിട്ട് നമ്മൾ കാണുകയാണ്, ഈശോനാഥൻ ആ ബധിരനെ കൈക്ക് പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുകയും ദൈവത്തോട് ചോദിക്കുകയും ചെയ്യുമ്പം
ദൈവിക വഴിയിലൂടെ അവിടുന്ന് എന്നെ നടത്തുന്നു. അത് നടക്കാനായിട്ട് ഞാൻ തയ്യാറാകണം. ദൈവിക വഴിയിലൂടെ ദൈവം നടത്തുകയാണ്. പ്രിയമുള്ള ദൈവജനമേ, ഈ ദൈവിക വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് ഞാൻ ജീവിതത്തിൽ മനസ്സ് ഉള്ള വ്യക്തിയാണോ? ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് അവർ തയ്യാറായി വന്നപ്പോൾ അവർ പരസ്പരം എതിർക്കുകയും മറുതലിക്കുകയും പാപത്തിന്റെ ബന്ധനത്തിലേക്ക് അവരുടെ ജീവിതം ചെന്നെത്തുകയും ചെയ്യുകയാണ്. പ്രിയമുള്ള ദൈവജനമേ, ഇവിടെ നമ്മളൊന്ന് തിരിച്ചറിയാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടത്, അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ഈ തിന്മ വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവം കാണിച്ചു തന്ന വഴി, ദൈവം അരുളി ചെയ്യുന്ന വഴിയിലൂടെ അവർ സഞ്ചരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, ഉൽപ്പത്തിയുടെ പുസ്തകത്തില് അബ്രാഹത്തോട് ദൈവം പറയുകയാണ്, നിനക്കുള്ള സകലത ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ കാണിച്ചെന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ ദൈവം കാണിച്ചെന്ന വഴിയിലൂടെ അബ്രാഹം സഞ്ചരിക്കാനായിട്ട് ജീവിതത്തിൽ തയ്യാറായി. അബ്രാഹത്തോട് ദൈവം പറയുകയാണ്, നിന്റെ മകനായ ഇസഹാക്കിനെ മോറിയ മലയിൽ എനിക്ക് ബലിയായിട്ട് തരിക എന്ന് പറഞ്ഞപ്പോഴും അബ്രാഹം മോറിയ മല കയറിക്കൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു ബലിപീഠം പണിയാനായിട്ട് ദൈവം കാണിച്ചു തരുന്ന, ദൈവം അരുളി ചെയ്യുന്ന വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് അബ്രാഹം ജീവിതത്തിൽ തയ്യാറാവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുന്ന വഴികളുണ്ട്, ദൈവം അരുളി ചെയ്യുന്ന വഴികളുണ്ട്, ദൈവികതയുടെ വഴികളുണ്ട്. അതിലൂടെ സഞ്ചരിക്കുവാനായിട്ട്, ദൈവിക പദ്ധതിയോട് സഹകരിക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാമത്തെ സങ്കീർത്തനം 16-ാമത്തെ വാക്യം പറയുകയാണ്, ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാമത്തെ സങ്കീർത്തനം 29-ാമത്തെ വാക്യം പറയുകയാണ്, അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. പ്രിയമുള്ള ദൈവജനമേ, ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്രകാരം ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കടന്നു വരികയാണ്. 4-മതായിട്ട് ഈ വചനഭാഗം നമ്മൾ കണ്ടുമുട്ടുകയാണ്, അവൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാനായിട്ട് അവൻ നിന്നുകൊടുത്തു. അവൻ്റെ ചെവിയിൽ വിരലിടാനായിട്ട്, അവൻ്റെ നാവിൽ തുപ്പൽ കൊണ്ട് സ്പർശിക്കാനായിട്ട് അവൻ നിന്നുകൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. വചനം നമ്മോട് പറയുക, നീ ശാന്തമായി നിന്നാൽ മതി, ദൈവം ഇടപെടും, ദൈവം പ്രവർത്തിക്കും. ഇന്ന് പലപ്പോഴും എന്നാ സംഭവിക്കുന്നത്, ആകുലത പിടിച്ചുകൊണ്ട് പരക്കം പായുന്നൊരു ലോകത്താണ് നമ്മളായിരിക്കുന്നത്. എവിടെയും ഒച്ചപ്പാടും ബഹളങ്ങളുമാണ്. നീ ശാന്തമാവുക, ഞാൻ കർത്താവാണെന്ന് നീ തിരിച്ചറിയുക, വചനം നമ്മോട് പറയുകയാണ്. അപ്പൊ ഈ ദൈവിക പദ്ധതിയുടെ മുൻപിൽ ദൈവം പ്രവർത്തിക്കാനായിട്ട് നമ്മളൊന്ന് വിട്ടുകൊടുക്കണം. ദൈവം പ്രവർത്തിക്കാനായിട്ട് ഞാൻ ഒരു നിമിഷം ഒന്ന് നിന്നു കൊടുക്കാനായിട്ട് ജീവിതത്തിൽ തയ്യാറാവുക. അത് വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. ദൈവം പ്രവർത്തിക്കാനായിട്ട് ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് നിന്നു കൊടുക്കാനായിട്ട് ജീവിതത്തിൽ പറ്റണം. പലപ്പോഴും ജീവിതത്തിൽ എന്നാ കണ്ടുവരുന്നത്, ഈ ദൈവം പ്രവർത്തിക്കാനായിട്ട് ഒരു ഇടം കൊടുക്കാതെ ഓടുന്നവരാ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാനായിട്ട് മാതാപിതാക്കൾ കൊണ്ടുവരിക. മാതാപിതാക്കൾ പറയുകയാണ്, പക്ഷേ ഇവനൊന്നും പഠിക്കുന്നില്ല, പരീക്ഷയ്ക്ക് മാർക്ക് വളരെ കുറവാണ്, SSLC പരീക്ഷയ്ക്ക് ഇനി 2-3 മാസമേ ഉള്ളൂ. അച്ഛാ, ഒന്ന് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഈ കുഞ്ഞിനെ അവിടെ റൂമിൽ കയറ്റി, കൗൺസിലിംഗ് റൂമിൽ കയറ്റി അവനോട് സംസാരിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട് അച്ഛാ, ഒരല്പം സ്വൈര്യം തരാനായിട്ട് ഈ അപ്പനോടും അമ്മയോടും ഒന്ന് പറയണം. ഈ അപ്പനോടും അമ്മയോടും ഒന്ന് പറയണം. ഞാൻ ചോദിച്ചു, എന്നടാ മോനെ പ്രശ്നം, എന്താ പ്രശ്നം? അപ്പൊ അവനോട് സംസാരിച്ചപ്പോൾ അവനോട് പറയാ,
അച്ഛാ ഞാൻ ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും ഇവരെന്നെ അനുവദിക്കില്ല. ആദ്യമായിട്ട് ഒരു കുഞ്ഞെന്നോട് പറഞ്ഞത്, അച്ഛൻ സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും ഇവർ അനുവദിക്കില്ല. ഞാൻ ചോദിച്ചു, എന്നടാ മോനെ പ്രാർത്ഥിക്കാൻ? പക്ഷെ ഞാൻ ഒരു അല്പസമയം വീട്ടിലെ തിരുഹൃദയത്തിന്റെ രൂപത്തിന് മുൻപിൽ നിന്ന് ഒന്ന് ശാന്തമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് അവർ പറയും, നീ പ്രാർത്ഥിച്ചത് മതി, വേഗം പോയിരുന്ന് നീ പഠിക്ക്, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞൊരു കാര്യം, അവനൊന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരിടം. അപ്പൊ എന്നോട് അപ്പനും അമ്മയും പറയാം, അച്ഛാ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാൽ അച്ഛാ പഠിക്കുന്ന കാര്യത്തിന്റെ സമയം പോകില്ലേ? ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതെല്ലാം അവൻ പഠിച്ചിട്ട് അവൻ പരീക്ഷാ ഹോളിൽ ചെല്ലുമ്പം ഒരു നിമിഷം ഇതെല്ലാം മറന്നുപോയെങ്കിൽ എന്തായിത്തീരും? ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവാനുഗ്രഹമാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ കുഞ്ഞിന് പ്രാർത്ഥിക്കാനായിട്ട് കൂടെ ഒരല്പം സമയം കൊടുക്കുക. ദൈവം ഇടപെടട്ടെ അവൻ്റെ ജീവിതത്തിൽ. അവൻ്റെ ബുദ്ധിയൊക്കെ ദൈവാത്മാവിനെ നിറയപ്പെട, പരിശുദ്ധാത്മാവായ ദൈവം ഇറങ്ങി ആവസിച്ചുകൊണ്ട് കൃപ അവൻ്റെ മേലുണ്ടാകട്ടെ. ഞാൻ പറഞ്ഞു വിടുകയാണ്. വീണ്ടും ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഈശ്വനാഥൻ പറഞ്ഞു, ആരോടും പറയരുത്. പക്ഷേ എത്രമാത്രം അവൻ ശക്തമായിട്ട് പറഞ്ഞു, അതിലേറെ ശക്തമായിട്ട് അവർ ഇതിനെക്കുറിച്ച് അപരൻ്റെ മുൻപിൽ പ്രഘോഷിച്ചു. പ്രിയമുള്ളവരെ, ദൈവിക അനുഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിറഞ്ഞാൽ, ദൈവിക ശക്തിയാൽ ഒരു വ്യക്തി നിറയപ്പെട്ട് കഴിയുമ്പം ആ വ്യക്തിക്ക് ഒരിക്കലും അതിനെ അടക്കി വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രഘോഷിക്കുന്നൊരവസ്ഥ ജീവിതത്തിലുണ്ടാവുകയാണ്. കൂടുതൽ ശക്തമായിട്ട് ദൈവവചനത്തെ പ്രഘോഷിക്കുന്നൊരവസ്ഥ, ദൈവികതയുടെ വചനം അപരൻ്റെ ജീവിതത്തിലേക്ക്, എനിക്ക് ദൈവം ചൊരിഞ്ഞ അനുഗ്രഹം പ്രഘോഷിക്കപ്പെടുന്നൊരവസ്ഥ ജീവിതത്തിലുണ്ടാവുകയാണ്. തിരുവചനത്തിലൊന്ന് നോക്കിക്കേ. ഈശോനാഥനിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചവരൊക്കെ ആ അനുഗ്രഹത്തെ പ്രഘോഷിക്കുകയാണ്. ആ അനുഗ്രഹത്തെ അവർ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുക. അതുകൊണ്ടല്ലേ സക്കേബൂസ് പറഞ്ഞത്, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കുന്നു. വീണ്ടും നോക്കിക്കേ, നമ്മുടെ തിരുവചനത്തിൽ കണ്ടുമുട്ടുകയാണ്. ഈശോനാഥൻ സൗഖ്യപ്പെടുത്തിയ പിശാചി ബാധ്യത നോക്കിക്കേ. അവൻ്റെ പാദാന്തികത്തിരുന്നു കൊണ്ട് ദൈവവചനം ശ്രവിക്കുകയാണ്. അവൻ ആ ദേശം വിട്ടുപോയപ്പോൾ അവനെ അനുഗമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോരുകയാണ്. ഒന്ന് നോക്കിക്കേ, ഈ ദൈവത്തിൻ്റെ ഈ അനുഗ്രഹം ജീവിതത്തിൽ അനുഭവിച്ചവര് ശക്തമായിട്ട് ഈ അനുഗ്രഹത്തെ അപരൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് പ്രഘോഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് തന്നെ ഇന്ന് ഈ ആധുനിക കാലഘട്ടം നമ്മൾ നോക്കിക്കേ, തമ്പുരാനിന് സൗഖ്യം ലഭിക്കുന്നവരുണ്ട്, തമ്പുരാന്റെ ഇടപെടലുകൾ മൂലം ജീവിതത്തിൽ വലിയ കൃപയാൽ നിറയപ്പെടുന്നവരുണ്ട്, ദൈവിക ശക്തി അനുനിമിഷം അനുഭവിക്കുന്നവരുണ്ട്. അവരൊക്കെ എന്നാ ചെയ്യുന്നത്? ഈ ലഭിച്ച അനുഗ്രഹത്തെ ശക്തമായിട്ട് അപരൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് ജീവിതത്തിൽ അവർ തയ്യാറാവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ദൈവം ഇപ്രകാരം കൃപ ചൊരിഞ്ഞിരിക്കുമ്പം എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ അനുനിമിഷം നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കാനായിട്ട് സാധിക്കണം. നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കണം. ഈ വചനഭാഗം വെച്ച് തമ്പുരാന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ മുൻപിലൊന്ന് പറയാനായിട്ട്, അവന് പ്രവർത്തിക്കാനായിട്ട്, എൻ്റെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കാനായിട്ട്, അവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അതിനനുസരിച്ച് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താനായിട്ട്, ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ട് ജീവിതത്തിൽ എനിക്ക് ഇന്ന് സാധ്യമാകുന്നുണ്ടോ? ഞാനെന്ന ഭാവത്തേക്ക് ഇന്ന് മാറ്റിവെച്ചുകൊണ്ട് ദൈവികതയുടെ പരിപാലനയിൽ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ തണലിലായിരിക്കുവാനായിട്ട്, ദൈവികമായ ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് കരുണയും കൃപയുമായിട്ട് മാറുമ്പോൾ അവയെ ഒന്ന് തിരിച്ചറിയുവാനായിട്ട്, തമ്പുരാൻ തരുന്ന വിശുദ്ധീകരണത്താൽ നിറയപ്പെട്ടുകൊണ്ട് പൗലോസ്ലിഹ പറയുന്നത് പോലെ
ഞാനല്ല മറിച്ച് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന ദൈവാനുഭവത്തെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 20-ാം വാക്യം പറയുന്നു, ഭൂമിയിലും സ്വർഗത്തിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. എല്ലാം ക്രിസ്തുവിൻ്റെതാണ്, എല്ലാം ക്രിസ്തുവിലാണ്, എല്ലാം ക്രിസ്തു വഴിയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയും ജീവിതത്തിൽ ഈ ഒരു വിശുദ്ധീകരണത്തിൻ്റെ വഴിയിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു കൃപയും അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴുകാനായിട്ട് ദൈവസന്നിധിയിലേക്ക് ഞാൻ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കണം. ഞാൻ അവൻ്റെ തിരുസന്നിധിയിൽ ആയിരിക്കാനായിട്ട്. മറിയം ഈശോയുടെ പാദത്തിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം കേട്ടതുപോലെ മർത്ത പല കാര്യങ്ങളിലും വ്യാപൃതയായിരുന്നു. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു എന്നാണ് വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ നല്ല ഭാഗം തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവകൃപയാൽ, തമ്പുരാൻ തരുന്ന സൗഖ്യത്താൽ, തമ്പുരാൻ തരുന്ന അനുഗ്രഹത്താൽ നിറയപ്പെടുവാനായിട്ട് ദൈവികതയുടെ ചൈതന്യത്തിൻ്റെ യഥാർത്ഥ സാക്ഷികളായിട്ട് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അങ്ങേ തിരുസന്നിധിയോട് ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു. തമ്പുരാന്റെ സന്നിധിയിലേക്ക് ചെല്ലാനായിട്ട് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും യാചനകളെയും സമർപ്പിക്കുവാൻ, അവൻ്റെ മുൻപിൽ നിശബ്ദമായിട്ട് നിൽക്കുവാൻ, അവന് പ്രവർത്തിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇടം കൊടുക്കുവാൻ, അവൻ തരുന്ന സൗഖ്യത്തെ ഓർത്ത് അനുനിമിഷം നന്ദി പറയുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.